നിസ്കാരമില്ലാതെ നീ മറ്റു അമലുകളിലൊക്കെ എത്ര കേളിയുള്ള ആളാണെങ്കിലും, എത്ര കേമനാണെങ്കിലും കെങ്കേമനാണെങ്കിലും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ ഏറ്റവും കൺകുളിർമയോടെ കണ്ട ഇബാദത്ത് മറ്റൊന്നില്ല. വഖുറത്തു ഐനി ഫിസ്സലാ. ഒരുപാട് ആരാധനകൾ മുത്തുനബി തങ്ങൾക്ക് ഇമ്പമായിരുന്നു, വളരെ ഇഷ്ടമായിരുന്നു. നിസ്കാരം പോലെ കർണാനന്ദകരമായ ഒരു ഇബാദത്ത് തങ്ങൾക്ക് വേറെയില്ല. അതുകൊണ്ട് നിസ്കാരം പരടിയിൽ വെച്ച് ആഖിറത്തിലേക്ക് ഞാനും നീയും മടങ്ങരുത്. മുകല്ലഫായ പ്രായം മുതൽക്ക് ഒന്നെണ്ണി നോക്കിക്കോ, നിന്റെ ജീവിതത്തിൽ എത്ര നിസ്കാരങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട പെങ്ങളെ, സ്വലാത്തും ബുർദയും ഒക്കെ ധാരാളം ചൊല്ലി മനപ്പാടമാക്കി ഓരോ ദിവസവും അത് ഖത്മ് തീർത്ത് ദുആ ഒക്കെ ചെയ്യുന്നുണ്ടാകും. നിസ്കാരത്തിനത് പകരമാകില്ല. നിസ്കാരം പരടിയിലുള്ളത് കൃത്യമായി നിർവഹിക്കലോടൊപ്പം ഒരൊറ്റ ഒന്നും കാരണമില്ലാതെ ഖളാക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെ മരണം വരെ അങ്ങനെ കഴിച്ചുകൂട്ടണം. നിസ്കാരം പരടിയിലാക്കി നമ്മൾ പോകുമ്പോ ഹബീബായ തങ്ങൾ നമ്മളെ തിരിഞ്ഞു നോക്കുമോ? സ്വഹാബിമാരും ഏറ്റവും അധികം നിർവഹിച്ച് നിർദ്ദേശിച്ച് വസിയ്യത്ത് നൽകിയ വിഷയവും അത് തന്നെയല്ലേ? കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട അബൂബക്കർ